മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഉണ്ണിമോൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ മോൾ ട്യൂഷന് പോകുന്ന ടൈമിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പേര് അൽസിലോ എന്നാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ നല്ല തിരക്കാണ്. രാവിലെ ഇന്നലെ വെച്ച മാവിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, ദോശയുടെ മാവ്. അപ്പോൾ ഞാൻ വേഗം ഒരു 4-5 ദോശയ്ക്ക് കിട്ടാനുള്ള മാവ് ബാക്കിയുള്ളൂ. പക്ഷെ ഞാനത് വേഗം തന്നെ കുറച്ച് ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ചപ്പാത്തിയും ഉണ്ടാക്കാനായിട്ട് കുഴച്ച് വെച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മോൾക്ക് പിന്നെ അത് കൊണ്ടുപോകും ചെയ്യാം. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ചയിലത്തെ ചിക്കൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് വറുത്തരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വൈകുന്നേരം വരെ ഉണ്ടാവുമല്ലോ. ഇന്നാണെങ്കിൽ വൈകുന്നേരം വയലിൻ ക്ലാസ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ടാണ് വീഡിയോസ് ഇടാന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ടാണ് രണ്ടാമതും വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഷോർട്സ് പോലെ എടുത്തത്, പക്ഷേ ലെങ്ത്ത് കൂടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്നാൽ ഒരു മിനി വ്ളോഗ് ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് ചിക്കനും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. മൊത്തത്തിൽ ഒരു ചെറിയൊരു വീഡിയോ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ആക്കി. അപ്പോൾ ഞാൻ ദോശമാവ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ തേങ്ങയും ഇതൊക്കെ വറുത്തരച്ചാണ് ചിക്കനിൽ ഒഴിക്കാനുള്ള കൂട്ട് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സിയിലടിക്കാൻ ചിലപ്പോൾ നല്ല മഴയായ കാരണം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാലോ. കറണ്ട് പോകുമ്പോഴത്തേക്കും വേഗം അരച്ച് വെച്ചാൽ പിന്നെ ആ പണി തീർന്നുമല്ലോ. ചിക്കൻ ആവുന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഞാൻ വേഗം അരയ്ക്കാനുള്ള വേഗം ഇതാക്കിയിട്ടോ. അപ്പോൾ തന്നെ ഞാൻ വേഗം അരച്ച് വെച്ചു. തേങ്ങയും പെരുംജീരകം മല്ലിപ്പൊടി ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ട് വറുത്തിട്ട് നമ്മൾ വറുത്തരച്ച് വെക്കുമല്ലോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലാണ്. ഞാൻ തലശ്ശേരിയിലാണ് താമസിക്കുന്നതെങ്കിലും ഞാൻ തൃശ്ശൂർ സ്റ്റൈലിലാണ് എൻ്റെ എല്ലാ കറികളും കേട്ടോ. അവിടെ സ്കൂളിലൊക്കെ ഞാൻ പോകുന്ന ടൈമിൽ എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കറി. ഭയങ്കര എരിവ് കൂടുതലാണെന്ന് പറയും. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ മാവ് വേഗം അരച്ച് വെച്ചു. മാവല്ല, ഇതിൻ്റെ കൂട്ട് കറിയിലേക്ക് ഒഴിക്കാനുള്ളത്. അപ്പോൾ ഞാൻ മഴ പെയ്യുന്ന കണ്ടപ്പോൾ പുറത്തുനിന്ന് വീഡിയോ എടുത്തത് നമ്മുടെ ബാക്ക് സൈഡിലുള്ളൊരു വീടാണ്. ആ വീടിൻ്റെ ഉള്ളിലാണ്. അപ്പോഴേക്കും ദോശമാവ് ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചപ്പാത്തിക്ക് വേഗം പരത്താണ് കേട്ടോ ചെയ്യുന്നത്. മോള് ഭക്ഷണമൊക്കെ കഴിച്ച് അവരൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ ഡോറ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ മുഖത്ത് ചക്ക പോലെ കുരുക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു സിറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. കറിയൊക്കെ ആയി. അപ്പോൾ എനിക്ക് 10 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ 10 മണിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഒരു 9:45 ജോയിൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം തന്നെ ഇടുന്നത് ഇന്നത്തെ തന്നെ വീഡിയോ ആണത്. അപ്പോൾ ഞാൻ വേഗം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഡൈനിങ് ടേബിൾ ഇരിക്കുന്നത് നമ്മുടെ ഹാളിൽ തന്നെ രൂപത്തിൻ്റെ താഴെയാണ് കേട്ടോ. ചിക്കൻ കറിയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ചിക്കൻ വറുത്തരച്ച് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു 3 ചപ്പാത്തി എടുത്ത് തിന്നു. പിന്നെന്താ വേറെ വിശേഷം. അപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ള കാരണം ഞാൻ രാവിലെ തന്നെ കുളിയെല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പത്ത് മണി ആവാറായിട്ട് 9:45. അപ്പോൾ ഒരു 9:50 നമ്മളേക്കും കയറുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വേഗം തന്നെ ലാപ്പ് ഓണാക്കി. ലാപ്പിലാണെങ്കിൽ ചാർജൊന്നുമില്ല. ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ്. നമ്മൾ ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം ഓഫായിരുന്നു ഫോൺ. അപ്പോൾ എൻ്റെ ഓൺലൈനിലുള്ള ഒരു പാരൻ്റാണ്. ആ പാരൻറ്റിൻ്റെ ഉള്ള ക്ലാസ്സാണ്. 1 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മളതിൽ വാട്സപ്പ് വെബ് ഞാൻ എടുത്ത് ഓൾറെഡി യൂസ് ചെയ്യുന്ന കാരണം ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോളുടെ ഐഡിയിലായിരിക്കുന്നത്. അത് നമ്മൾ കലാർപ്പിതയിലേക്ക് ചേഞ്ച് ചെയ്യണം. വാട്സപ്പ് ഓണാക്കാം. വാട്സപ്പ് വെബ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ഈസിയാണ്. അപ്പോൾ അത് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വാട്സപ്പ് അവിടെ ഓണായി വരുന്ന ടൈം കൊണ്ട് നമുക്കത് എടുക്കാം. അപ്പോൾ ന്യൂ ടാബ് വരും. അപ്പോൾ ഇവിടെ ഞാൻ ഗൂഗിൾ മീറ്റിലെ ക്ലാസ് എടുക്കാം. ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം ന്യൂ മീറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ആവണില്ല, എന്തോ ലേറ്റ് ആവുന്നുണ്ട്. വെയിറ്റിംഗ്. ഓക്കെ. അതിൽ സ്റ്റാർട്ട് ഇതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ജോയിൻ വിളിക്കാം. അപ്പോൾ ഇവിടെ വാട്സപ്പ് ഇങ്ങനെ ബ്ലൂ ഫുള്ളാവണം കേട്ടോ. കാണുന്നില്ലേ?
അത് കംപ്ലീറ്റ് ആവണം, എന്നാലും നമുക്ക് വാട്സപ്പ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ 2 ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, 2 ഡിവൈസിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാർജില്ല, ഞാൻ അപ്പോൾ ഇനി കുത്തട്ടെ കേട്ടോ. ഒരു ഓൺലൈൻ ഇപ്പോൾ കയറും, അപ്പോഴേക്കും നമുക്കിത് കോപ്പി ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് അവിടെ വാട്സപ്പ് ഓൺ ആകുമ്പോൾ നമുക്കത് അയച്ചു കൊടുക്കാം. ഞാൻ ഓപ്പണാക്കി, വീഡിയോ ഓഫായിരുന്നു, വീഡിയോ ഓണാക്കി. അതിനുശേഷം ചാർജില്ല. വോളിയം എപ്പോഴും ഇതിൽ കുറഞ്ഞിരിക്കും. നമ്മളത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ വോളിയം ഉണ്ടാവില്ല. അപ്പോൾ മിക്സറിൽ അമർത്തിയതിന് ശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇത് താഴത്തേക്കാണ്. 1 സെക്കൻഡ്. ഇപ്പോൾ ഓഫ് ഓൺ ഫോൺ ക്ലോസ്. എടുത്തതൊക്കെ പണി വെറുതെയോ. അപ്പോൾ ഞാൻ ചാർജ് കുത്തിവയ്ക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ കോപ്പി ഓൾറെഡി ചെയ്ത, പിന്നെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ അത് കംപ്ലീറ്റ് 93 ആയിട്ട്. അപ്പോൾ നമുക്ക് നട്ടുവാങ്കം എടുക്കാം. നട്ടുവാങ്കത്തിൽ ഞാൻ ക്ലാസ് എടുക്കൽ നടരാജ് വിഗ്രഹം. ഇതെനിക്കൊരു അവാർഡ് കിട്ടിയതാണ്, സത്യാഞ്ജലി അക്കാദമിയുടെ. ഇത് കലാമലയത്തിൻ്റെ കീർത്തിമുദ്ര. ഇയർബഡ് മോളുടെ കയ്യിലായിരിക്കുന്നത്. ഇത് മോള് ഫ്രീ ടൈമിലാക്കി വയ്ക്കുന്ന കേട്ടോ. ഒരു ഇത് എന്താ പേരൊന്നും എനിക്കറിയില്ല. ചെറിയ സ്റ്റാർസുകളാണ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതോളിങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കുന്നത്. ഞാൻ ചെറിയൊരു ആർട്ട് ഗാലറി ആക്കിയിട്ടുണ്ട് വീട്ടിൽ. ഞാനിനി സമയം കിട്ടുമ്പോൾ അത് ഫുള്ള് കാണിച്ചു തരാം. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് കണ്ണകി അവാർഡ്, ഇത് പ്രാണയുടെ കണ്ണകി ഫസ്റ്റ്, ഇത് മോളുടെ കലോത്സവത്തിൻ്റെ. അങ്ങനെ മെയിനായിട്ടുള്ള നല്ല അങ്ങനെ നമുക്ക് ഇത്തിരി നല്ല ഇതൊക്കെ ആയിട്ടുള്ളത് മാത്രമേ വെച്ചിട്ടുള്ളൂ. എല്ലാം വെച്ചിട്ടില്ല, എല്ലാം വെച്ചത് മുഴുവൻ അറിയും. അപ്പോൾ 9 ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ. ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഖത്തറിലുള്ളൊരു പാരൻ്റാണ്, സിന്ധു സുബ്രഹ്മണ്യൻ എന്നവരുടെ പേര്. ഞാനവർക്ക് ലിങ്ക് അയച്ചോട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ക്ലാസ് എടുക്കുമ്പോൾ ലിങ്ക് എങ്ങനെയാണ് നമ്മൾ അയച്ചു കൊടുക്കുക അവർക്ക്. അപ്പോൾ അവർ ഇതുവഴി ജോയിൻ ചെയ്തോളും. അപ്പോൾ നമ്മളിവിടെ സെറ്റായിട്ടിരിക്കാം. അവർ ജോയിൻ ചെയ്തിട്ടില്ല, അവർ 9 പറഞ്ഞതാണ് സമയം ഡേറ്റ്. അവർ ഓൺലൈൻ വന്നിട്ടില്ല, ഞാൻ പെർമിഷൻ ഇല്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരവരുടെ മോൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഗൗതം അവൻ്റെ എല്ലാം കയറിക്കണം. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കൊടുക്കാം. ഗുഡ് മോർണിംഗ്. മ്യൂട്ടാണല്ലോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, രാവിലെ എല്ലാം കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞു. ഇനി വൈകുന്നേരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മ്യൂസിക് ക്ലാസ് ഉണ്ട്, വയലിൻ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണേ. താങ്ക് യു.